അടുത്തത് ഫസ്റ്റ് പ്രോബ്ലമാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. യൂസ് ദി മെത്തേഡ് ഓഫ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ടു സോൾവ് ദി റെക്കറൻസ് റിലേഷൻ an is equal to 3 into an minus 1 plus 1. Here n is greater than or equal to 1 given that a0 is equal to 1. അപ്പോൾ നമുക്ക് റെക്കറൻസ് റിലേഷൻ തന്നിട്ടുണ്ട്. റെക്കറൻസ് റിലേഷൻ ഈസ് an is equal to 3 into an minus 1 plus 1 with n greater than or equal to 1. എന്നിൻ്റെ വാല്യൂ 1 അതിൽ കൂടുതലോ ആണ്. ഗിവൺ ദാറ്റ് a0 is equal to 1. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് വെച്ചാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എടുക്കുന്നു. ലെറ്റ് ദി ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് സീക്വൻസ് an. Let the generating function of sequence a and b g of x is equal to sigma n equal to 0 to infinity an x raised to n, that is equal to a0 plus a1x plus a2x square plus etc. അപ്പോൾ നമ്മുടെ സീക്വൻസ് എൻ്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x റേസ് ടു n ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ ദി ഗിവൺ റെക്കറൻസ് റിലേഷൻ ഈസ് an is equal to 3 into an minus 1 plus 1, that is equation number 1. അപ്പോൾ നമ്മുടെ ഗിവൺ റെക്കറൻസ് റിലേഷനാണ് an is equal to 3 into an minus 1 plus 1 എന്ന് പറയുന്നത്. ഇതിനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് സൈഡിലും എക്സ് റൈസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് സമ്മിങ് അപ്പ് ഫ്രം 1 ടു ഇൻഫിനിറ്റി. എന്താ പറഞ്ഞത്? ഈ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റിലുള്ള ടേമിലും റൈറ്റിലുള്ള ടേംസിലും എക്സ് റൈസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ 1 ടു ഇൻഫിനിറ്റി സം ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 1 ബൈ എക്സ് റൈസ് ടു n. ഇക്വേഷൻ 1ൻ്റെ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 by x raised to n and summing up from 1 to infinity. 1 to infinity നമ്മൾ സം ചെയ്യുന്നു. ഇവിടെ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 to infinity സം ചെയ്യുന്നത്. അങ്ങനെ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ n ഈക്വൽ ടു 1 to infinity an ഇൻറ്റു എക്സ് റൈസ് ടു n. എക്സ് റൈസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സം ചെയ്തു, n ഈക്വൽ ടു 1 to infinity സം ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 3 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ 3 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു n പ്ലസ് അടുത്തത് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു 1 ഇൻറ്റു എക്സ് റൈസ് ടു n, ദറ്റ് ഈസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n തന്നെ ഇൻറ്റു എക്സ് റൈസ് ടു n. അപ്പോൾ നമ്മൾ ചെയ്തത് ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും എല്ലാ ടേംസിലും എക്സ് റൈസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഉണ്ടോ. എന്നിട്ട് സമ്മിങ് അപ്പ് ഫ്രം 1 ടു ഇൻഫിനിറ്റി സമ്മും ചെയ്തു. അതിൽ 3 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് വെളിയിലെടുത്തിട്ട് സം ചെയ്തു. മനസ്സിലായല്ലോ? ഇനി ഈ ഓരോ സമ്മും എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വാട്ട് ഈസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an എക്സ് റൈസ് ടു n, ദറ്റ് ഈസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ത് കിട്ടും? a1 ഇൻറ്റു എക്സ് റൈസ് ടു 1 പ്ലസ് a2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് a3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്രയാണ്. ഇതിൽ നമുക്ക് എവിടം തൊട്ടേ ഉള്ളൂ? ഇതും ഈ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് ആ ടേംസ് തൊട്ട് a1x തൊട്ടേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് a0 ഇവിടെ ഉണ്ടോ? ഇല്ല. ഈ a0 കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ബാക്കിയുള്ളതാണ് ടേംസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ദറ്റ് ഈസ് g of x മൈനസ് a0 എന്ന് കിട്ടും.
ദറ്റ് ഈസ് ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട്. അടുത്തത് ഈ സം എടുക്കുന്നു. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു എൻ ദറ്റ് ഈസ് ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ 1 ആണ്. 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? a0 ഇൻറ്റു എക്സ് റൈസ് ടു 1 പ്ലസ് എന്നിൻ്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ 2 മൈനസ് 1 ഈസ് 1 ദറ്റ് ഈസ് a1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എന്നിൻ്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ ദറ്റ് ഈസ് a2 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ടേമിലും ഉണ്ട്. എല്ലാ ടേമിലും ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ് കോമൺ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് ദറ്റ് ഈസ് a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അത് ജി ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സ് ബ്രാക്കറ്റിനോ വെളിയിലുണ്ട്, എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ദെൻ തേർഡ് സമ്മ് ദറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു n ദറ്റ് ഈസ് ഈക്വൽ ടു എന്നിന് 1 കൊടുക്കുമ്പോൾ ദറ്റ് ഈസ് എക്സ് പ്ലസ് എന്നിന് 2 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയും എന്ത് പറഞ്ഞു? എക്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. സോ എക്സ് ഇൻറ്റു ഇവിടെ എക്സ് ബ്രാക്കറ്റിന് വെളിയിലെടുക്കുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നൊരു എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഇവിടെ നിന്ന് ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഈ പറഞ്ഞ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ അത് പറഞ്ഞതാണ്. അതെന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. അപ്പോൾ 1 ബൈ 1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ് ഈ പറഞ്ഞത്. നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുന്നു ദറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കൊടുത്തു. സോ നമ്മുടെ ഈ സം എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ ഈ ഇക്വേഷനകത്ത് ഇതെല്ലാം കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 2 ആണ്. 2വിനകത്ത് കൊടുത്താലോ ഫ്രം 2 എന്ത് കിട്ടും? ആദ്യത്തെ സം എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് ആണ്. ദറ്റ് ഈസ് ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് ദറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ്. രണ്ടാമത്തെ സമ്മിൻ്റെ വാല്യൂ എന്താ? എക്സ് ജി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ലാസ്റ്റ് സം എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്, എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഇതിൽ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ 2 സ്ഥലത്തുണ്ട്. ആ 2 സ്ഥലത്ത് നിന്നും നമ്മൾ കണ്ടുപിടിക്കണം. അതിനു മുന്നേ എ നോട്ടിൻ്റെ വാല്യൂ എത്രയാണ്? എ നോട്ടിൻ്റെ വാല്യൂ ദറ്റ് ഈസ് ഗിവൺ ഡാറ്റ് ആണ്. എ നോട്ട് ഈസ് ഈക്വൽ ടു 1. എ നോട്ടിൻ്റെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ കൊടുക്കാം. ദെയർഫോർ ജി ഓഫ് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 3x ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ദെൻ ഈ 3x ഇൻറ്റു ജി ഓഫ് എക്സ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ലെഫ്റ്റിലൊരു ജി ഓഫ് എക്സ് ഉണ്ട്. മൈനസ് 1 മൈനസ് 3x ഇൻറ്റു ജി ഓഫ് എക്സ് is equal to x divided by 1 minus x. ഈ -1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. സോ ജി ഓഫ് എക്സ് മൈനസ് 3x ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇവിടെ ജി ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുക്കാം. സോ ജി ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് 3x ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? LCM എടുക്കുന്നു. സോ 1 ഇൻറ്റു 1 മൈനസ് എക്സ്, 1 ഇൻറ്റു 1 മൈനസ് എക്സ് ദറ്റ് ഈസ് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ് കൊണ്ട് ക്രോസ് ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഇതിൽ 1 ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് എക്സ്, ഇത് ഈ ടൈം എക്സ് ആണ്. അതുകൊണ്ട് എന്ത് പറ്റും? മൈനസ് എക്സ് പ്ലസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് അങ്ങ് പോകും. സോ ആൻസർ എന്ന് പറയുന്നത്